നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാലിഗയും RFEF-ഉം തടസ്സമുന്നയിച്ചപ്പോൾ അതിനെ മറികടക്കാൻ ഫിഫ വരെ പോയി. അത് വിജയിച്ചിരിക്കുകയാണ് FC ബാഴ്സലോണ. വിക്ടർ റോക്കിന്റെ കാര്യത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത്. വിക്ടർ റോക്ക് FC ബാഴ്സലോണയിൽ നിന്ന് റയൽ ബെറ്റീസിൽ ഇപ്പോൾ ലോണിലാണല്ലോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. താരത്തെ സ്വന്തമാക്കാൻ ബ്രസീലിയൻ ക്ലബ്ബ് പാൽമിറാസ് രംഗത്തേക്കെത്തി. താരവും പാൽമിറാസും തമ്മിൽ ധാരണയിലെത്തി. ബാഴ്സലോണക്കും താരത്തെ കൊടുക്കാൻ പ്രശ്നമില്ല, പക്ഷെ റയൽ ബെറ്റീസ് സമ്മതിക്കുമെന്നുള്ളതായിരുന്നു ചോദ്യം. റയൽ ബെറ്റീസുമായിട്ടും ബാഴ്സ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി. പക്ഷേ ഈ ട്രാൻസ്ഫർ നടത്താൻ പറ്റില്ല എന്ന് ലാലിഗ. അതിൻ്റെ കാരണം നിയമപരമായിട്ട് ഇത് സമ്മതിക്കില്ല. കാരണം ബാഴ്സലോണയിൽ നിന്ന് ലോണിലാണ് ഇപ്പോൾ ബെറ്റീസിലുള്ളത്. ഓൾറെഡി ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആയിട്ടുണ്ട്. ഇനി ട്രാൻസ്ഫർ പറ്റില്ല. ഇതായിരുന്നു ലാലിഗയുടെ നിലപാട്, RFEF-ന്റെ നിലപാട്. എന്നാൽ ബാഴ്സലോണ ഫിഫയിലേക്ക് പരാതിയുമായിട്ട് ചെന്നു. ഫിഫ ഈ ട്രാൻസ്ഫർ നടത്താൻ പച്ചക്കൊടി കാട്ടി. അതോടുകൂടി ഈ ട്രാൻസ്ഫർ നടക്കാൻ പോവുകയാണ്. ഇക്കാര്യം ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പാൽമിറാസ് ആർ ക്ലോസിംഗ് ഇൻ ഓൺ വിക്ടർ റോക്ക് ഡീൽ ഓൾമോസ്റ്റ് ഡൺ എന്നാണ് ഫബ്രിസിയോ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അഗ്രിമെന്റ് കഴിഞ്ഞ ആഴ്ച തന്നെ എത്തിയതാണ്. ബാഴ്സലോണക്ക് 25 മില്യൺ യൂറോയുടെ ഒരു ഫീസായിരിക്കും ഈ ട്രാൻസ്ഫർ ഫീ ആയിട്ട് ലഭിക്കാൻ പോവുക. പ്ലസ് സെല്ലോൺ ക്ലോസും ഉണ്ടായിരിക്കും. റയൽ ബെറ്റിസിന് കോമ്പൻസേഷൻ ലഭിക്കും. അത് ഇന്നത്തോടുകൂടി തീരുമാനമാകും. എന്തായാലും ഇന്ന് ഗ്രീൻ ലൈറ്റ് കിട്ടും. ഈ ട്രാൻസ്ഫർ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഫബ്രിസിയോ റൊമാനോ കുറിക്കുന്നു. അങ്ങനെയെങ്കിൽ വിക്ടർ റോക്കിന്റെ യൂറോപ്പിലേക്കുള്ള വരവ് ഒരു നൈറ്റ് മെയർ ആയിട്ട് അവസാനിച്ചു. തിരികെ അദ്ദേഹം ബ്രസീലിലേക്ക് വീണ്ടും പോകുന്നു. നമുക്കറിയാം, ബ്രസീലിലെ മികച്ച സ്ട്രൈക്കറായിട്ട് പേരെടുത്ത് അത്ലറ്റിക്കോ പാരനസിന് വേണ്ടി ഗോൾ അടിച്ച് കൂട്ടി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെ ബാഴ്സലോണ കൊണ്ടുവന്നത്. പക്ഷേ ടൈഗ്രീഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചെങ്കിലും ചാവി അദ്ദേഹത്തിനെ ആദ്യത്തിന്റെ പൊസിഷനിൽ കളിപ്പിച്ചില്ല, വ്യത്യസ്ത പൊസിഷനിൽ കളിപ്പിച്ചു. ആകെ മോശമായി. പിന്നെ അവിടുന്ന് റയൽ ബെറ്റീസിലേക്കൊക്കെ പോയി താരം. പക്ഷേ ഇപ്പോൾ ഇതാ വീണ്ടും തന്റെ കരിയർ ബ്രസീലിൽ തന്നെ കരുപ്പിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അദ്ദേഹം ചെല്ലുന്നത് പാൽമിറാസിലേക്കാണ്. പാൽമിറാസിൽ എസ്റ്റവായോ വില്യനുണ്ട്. എസ്റ്റവായോ വില്യൻ പക്ഷേ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയോട് കൂടി ചെൽസിയിലേക്ക് പോകും. എന്നാലും ഈ കുറഞ്ഞ കാലമെങ്കിലും അവർ ഒരുമിച്ച് കളിക്കുന്നത് കാണാൻ കഴിഞ്ഞേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ പാൽമിറാസ് ഉണ്ട്. അപ്പോൾ വിക്ടർ റോക്കും ഉണ്ടാകും എന്നുള്ളതും ശുഭകരമായിട്ടുള്ള വാർത്തയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.